ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചിത്രവസ്ത്രയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഫാബ്രിക് ബ്രഷ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് പഠിക്കാം. ഇതിപ്പോൾ എനിക്ക് അടുത്തായി കിട്ടിയ ആക്റ്റീവ് വെയർ പ്രൊജക്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ടെൻസൽ അല്ലെങ്കിൽ കോട്ടൺ, ഇലാസ്റ്റൈൻ ഈ ഫാബ്രിക്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഫാബ്രിക്കിൻ്റെ ഒരു ടെക്സ്ചർ ഇവിടെ നമ്മൾ കൊണ്ടുവരണം അല്ലേ, എന്നാലല്ലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിൽ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ആ ബ്രഷ് നമ്മൾ ഏത് ബ്രഷ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കും. ഇതിപ്പോൾ ഒരു ഇലാസ്റ്റിക് ബ്രഷ് ചെയ്തതാണ്. അതുപോലെ നമുക്കിപ്പോൾ ഒരു ടെൻസൽ ഫാബ്രിക്കിൻ്റെ ഒരു ബ്രഷ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ചിത്രവസ്ത്ര. അതിനായി ഞാനിവിടെ ഒരു സ്ക്വയർ ക്യാൻവാസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഏത് ഫാബ്രിക്കാണോ വേണ്ടത് ആ ഫാബ്രിക്കിൻ്റെ ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്യുക. അതിപ്പം പിൻട്രസ്റ്റിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടുന്ന എവിടെ നിന്നാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, ഞാനിവിടെ ഒരു ടെൻസൽ ഫാബ്രിക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് പ്രൊക്രിയേറ്റിൽ നിന്ന് അത് എടുക്കാം. ഇൻസേർട്ട് ഫോട്ടോ നമ്മളിവിടെ ചെയ്ത് വെച്ച ഡൗൺലോഡ് ചെയ്ത് വെച്ചത് എടുക്കുക. എന്നിട്ടത് ഫിറ്റ് ടു ക്യാൻവാസിൽ ഫിറ്റ് ചെയ്യാം. യെസ്, നെക്സ്റ്റ് നമ്മളത് എന്ത് ചെയ്യണം, ഇൻവേർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളത് ഇൻവേർട്ട് ചെയ്തു. ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് സാച്ചുറേഷൻ നോക്കി ഒന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതിയിൽ വേണം ആവാൻ. അത് എന്ത് കിട്ടുകയാണെങ്കിലും സാച്ചുറേഷൻ ഒന്ന് ഇതുപോലെ ഒന്ന് ഒരു വൈറ്റ് എന്നുള്ള രീതിയിലാക്കുക. ഓക്കെ, ഇൻവേർട്ട് ചെയ്തു. നമ്മളിനി അതെന്ത് ചെയ്യണം, കോപ്പി ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ കാലിഗ്രഫിയിൽ പോവുക. 3 ലൈൻ ബ്രഷ്, ഈ ഒരു ബ്രഷ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് സെലക്ട് ചെയ്തിട്ട് അതിൽ ഗ്രെയിനിൽ പോവുക. ഗ്രെയിൻ സോഴ്സിൽ ഇമ്പോർട്ട് പേസ്റ്റ്. ഓക്കെ, പേസ്റ്റ് ചെയ്തു അല്ലേ. നമ്മൾ ഓൾറെഡി ഇൻവേർട്ട് ചെയ്ത പിക്ചറാണ് ഇത്. സോ നമുക്ക് ഇനിയും ഇപ്പോൾ ഇത് ഇൻവേർട്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടോ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ, പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓട്ടോ റിപ്പീറ്റ് ചെയ്യാം. ഓട്ടോ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് വരും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ ഒന്ന് കളിക്കുക. നമുക്ക് ഈ ഗ്രെയിൻ സ്കെയിൽ ഒന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്യാം. ഏത് രീതിയിലാണ് വേണ്ടത് എന്നൊക്കെ ഒന്ന് നോക്കി, ബോർഡറൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി. ഇവിടെ ഈ ഭാഗത്ത് വല്ലാതെ അങ്ങ് ചെയ്യണ്ട, ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്യാം. ഓക്കെ, ഇതിലിനി ടെക്സ്ചറൈസിൽ പോവുക. സ്കെയില് കുറയ്ക്കുക. വല്ലാതെ അങ്ങനെ വേണ്ട അല്ലേ. നമുക്ക് സ്കെയിൽ ഇവിടെ ഇങ്ങനെ കാണാം സ്കെയില്. അപ്പം എങ്ങനെയാണ് വേണ്ടത് എന്നൊന്ന് നോക്കുക. നന്നായിട്ട് കാണുന്നുണ്ടെങ്കിൽ കൂട്ടുക, പക്ഷെ കുറയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ച് വൃത്തിക്ക് കിട്ടും നമുക്ക്. ഓക്കെ, അത് കുറച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് ആപ്പിൾ പെൻസിലിൽ പോയിട്ട് ഒപ്പേസിറ്റി കുറയ്ക്കണം. അത് ഓൾറെഡി കുറഞ്ഞിട്ടാണുള്ളത്. പ്രോപ്പർട്ടീസിൽ പോവുക. മാക്സിമം സൈസ് നന്നായിട്ട് അങ്ങ് കൂട്ടുക, നല്ലോണം കൂട്ടുക. ഓക്കെ, മിനിമം സൈസ് ഓക്കെ, ഇങ്ങനെ മതി, വല്ലാതെ വേണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ സെറ്റിങ്സിൽ കളിക്കുക. എന്നിട്ട് ഇതിന് റീനെയിം ചെയ്യുക. ടെൻസിൽ ഫാബ്രിക് എന്ന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ലെയർ എടുക്കുക. ഞാനിത് വേറെ ഏതെങ്കിലും ഒരു ഓക്കെ ആ ഫാബ്രിക്കിൻ്റെ
ടെക്സ്ചർ നമുക്കിവിടെ കിട്ടി അല്ലേ. ഇനിയിപ്പോൾ ഇതല്ല വേറെ ഏതെങ്കിലും ബ്ലൂ കളർ നോക്കാം. ബ്ലൂ ആകുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഏത് ഫാബ്രിക് ആണെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഞാൻ ഡെനിമും കൂടെ കാണിക്കാം. ടെൻസിൽ ഫാബ്രിക് ഞാൻ എന്തിനാണ് ചെയ്തത് വെച്ചാൽ ഞാനിപ്പം ചെയ്തൊരു പ്രൊജക്റ്റ് അതാണ്, ആക്റ്റീവ് വെയർ പ്രൊജക്റ്റാണ് ഇപ്പം അടുത്ത് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, ഡെനിമും കൂടെ കാണിക്കാം ഇതിൽ തന്നെ. അപ്പോൾ നമുക്ക് 2 ബ്രഷസ് റെഡി ആവുമല്ലോ അല്ലേ. ഡെനിമിൻ്റെ ഒരു പിക്ചർ ഇതുപോലെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഇത് ഓക്കെയാണ്, കുറച്ച് നല്ല ഗ്രീൻ ഒക്കെ ഉണ്ട് അല്ലേ. ഏത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനേ. ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മളിതുപോലെ പ്രൊക്രിയേറ്റിലേക്ക് പോവുക, ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക, ക്യാൻവാസിലേക്ക് ഫിറ്റ് ടു ക്യാൻവാസ്. അതിനെന്ത് ചെയ്യണം, ഇൻവേർട്ട് ചെയ്യുക, സാച്ചുറേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യുക. ഇങ്ങോട്ടേക്ക് പോയാൽ വല്ലാതായി അല്ലേ. സാച്ചുറേഷൻ ജസ്റ്റ് ഇങ്ങോട്ട് കറക്റ്റ് ചെയ്യുക. ബ്രൈറ്റ്നെസ് കൂട്ടണമെങ്കിൽ കൂട്ടാം. അതൊക്കെ ഇവിടെ ഒന്ന് കളിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്കിത് ഇപ്പം നമ്മൾ ഓൾറെഡി ഇൻവേർട്ട് ചെയ്തു. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം, ക്യാൻവാസ് കോപ്പി ചെയ്യാം. കോപ്പി ഓൾ. നെക്സ്റ്റ് ബ്രഷിൽ പോവുക, മോണോലൈൻ ബ്രഷ്, ഡ്യൂപ്ലിക്കേറ്റ് അതെടുക്കുക. അതല്ലെങ്കിൽ മറ്റേ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച ബ്രഷ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ല. ഇപ്പോൾ ടെൻസിൽ ഫാബ്രിക് ഇല്ലേ, അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് അപ്പോൾ ഓൾറെഡി സെറ്റിങ്സ് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഗ്രെയിനിൽ പോവുക, ഇതിലെടുക്കുക, ഇമ്പോർട്ട് ചെയ്യുക, പേസ്റ്റ് ആയിട്ടുണ്ട്. ഓട്ടോ റിപ്പീറ്റ് ചെയ്യുക. അത് ഓട്ടോ റിപ്പീറ്റ് വന്നിട്ടുണ്ട്. ഗ്രെയിൻ സ്കെയിൽ വേണമെങ്കിൽ ഒന്ന് കുറച്ച് നല്ലോണം കണ്ടോട്ടെ അല്ലേ, കുറച്ച് നല്ലോണം ആയിക്കോട്ടെ, ഡെനിമല്ലേ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ടെക്സ്ചറൈസ്ഡിൽ സ്കെയില് നമുക്കൊന്ന് അതിലൊന്ന് കുറയ്ക്കാം. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ആപ്പിൾ പെൻസിലിലോ ഒപ്പേസിറ്റി നമ്മൾ ഓൾറെഡി സെറ്റായിട്ട് വെച്ചാണ്, കുറവാണ്. മാക്സിമം സൈസ് നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി സെറ്റാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, ലെയറിൽ പോവുക, നെക്സ്റ്റ് എടുക്കുക. ഇതിൽ നമ്മൾ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ഡെനിമിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടി അല്ലേ. അപ്പം ഇതുപോലെ നമുക്ക് ഏത് ടെക്സ്ചർ വേണമെങ്കിലും കൊണ്ടുവരാൻ പറ്റും. ഏത് ഫാബ്രിക് ടെക്സ്ചർ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു ക്ലയൻറ്റ് പറയുകയാണ് എനിക്ക് ഇന്ന ഫാബ്രിക്കിൽ ഇന്ന ഒരു ഇത് വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ ഫാബ്രിക് ടെക്സ്ചേഴ്സ് നമുക്ക് ഫാബ്രിക്കിൻ്റെ ടെക്സ്ചർ ഡൗൺലോഡ് ചെയ്യുക, അത് ഇതിലേക്ക് കൊണ്ടുവരിക, കോപ്പി ചെയ്യുക, ഇൻവേർട്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, ഈ ഞാൻ പറഞ്ഞ രീതിയിൽ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാബ്രിക് ബ്രഷ് റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എന്നെ റീനെയിം ചെയ്യാം, ഡെനിം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ ഇതിൽ ഫാബ്രിക് ബ്രഷസിലേക്ക് ഇതിനെടുത്തിട്ട് കൊണ്ടുവന്നു. ഞാനിതൊക്കെ ചെയ്തതാണ്. ഇലാസ്റ്റിക് പാൻറ്റ് പിന്നെ ഡെനിം ഇതെല്ലാം ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഓരോ പ്രൊജക്റ്റ് കിട്ടുമ്പോൾ ഇതുപോലെ ഞാൻ ഓരോ ഫാബ്രിക്കിൻ്റെത് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് വെക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫാബ്രിക്കിൻ്റെ ബ്രഷ് സെറ്റ് ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതണു. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി ചിത്രവസ്ത്ര ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ
നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു പ്രൊജക്റ്റ് എനിക്ക് കിട്ടിയതിനെക്കുറിച്ച് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ. അത് ശരിയായി സെറ്റായിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.